Welcome to Zach Dreams. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പം രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചെറിയ വീഡിയോ ആണ്, ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. ഇന്നിപ്പം മഗ്‌രിബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നല്ലപോലെ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി രാത്രിക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഉച്ചക്ക് ചോറ് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കറിയാണ് റെഡിയാക്കുന്നത്. മീനൊക്കെ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉലുവ ഇട്ടിട്ട് മീൻ കറി വെക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ വെക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. അപ്പം ഞാനും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഉലുവട്ട് അത് പൊട്ടി വന്നപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കഷ്ണം സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഞാനത് നന്നാക്കാനുള്ള മടി കാരണം ഒരു അര കഷ്ണം സവാള എടുത്ത് കുഞ്ഞു കുഞ്ഞാ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ മീൻ കഷ്ണങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം പൊരിക്കാനൊന്നും നിൽക്കുന്നില്ല. അത് മുഴുവനും കറി വെക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് കറി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കി അതിലേക്കും കറി ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടും കൂടെ ചെയ്താൽ ചിലപ്പം കറി ഇനിയിപ്പോൾ രാവിലെ വേറെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് കറി വെക്കാമെന്ന്. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സഖിക്കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അത് വേവുന്ന ആ സമയം കൊണ്ട് Ka. ങ Nga. Ngayo. ങ Nga. ജ Ja. ജ അപ്പം കുറച്ച് സമയം ഡിക്റ്റേഷനൊക്കെ ഇട്ടു. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിലേക്ക് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കറി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കലും കൂടെ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറേ നേരം നമ്മുടെ സഖിക്കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തൽ. ചോറുന്ന് കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ലല്ലോ. അല്ലെങ്കിൽ പഠനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു അവശയാവും. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ പണി കിച്ചണിലാണല്ലോ. കിച്ചണിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ അല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ രാത്രി എപ്പോഴും കിച്ചൺ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്യാത്തവരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പണ്ടൊക്കെ ആകുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്താ പറയുക, പാത്രം കഴുകാനൊക്കെ പുറത്ത് പോകേണ്ടവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെയുള്ളവരൊക്കെ വല്ലാതെ അങ്ങ് വൃത്തിയാക്കാനൊന്നും നിൽക്കലില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒക്കെ വളരെ ചുരുക്കമായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ. ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീടൊക്കെ രാത്രി ഒന്ന് വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പം തന്നെ നമുക്ക് നമ്മുടെ കിച്ചണൊക്കെ കാണുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കുക്ക് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വരാൻ തന്നെ. പിന്നെ അതുമാത്രമല്ല രാത്രി മീൻകറിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫുള്ള് ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. പാത്രമൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര വയ്യെങ്കിലും എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ രാത്രിയാണ് നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് കിടക്കേണ്ടത്. കിച്ചൺ മാത്രമല്ല വീട് മൊത്തം. ബാക്കിയുള്ള സമയം വൃത്തി വേണ്ടാന്നല്ല, എന്നാലും രാത്രിയാണല്ലോ അല്ലേ കൂടുതൽ അങ്ങനെ ആരും ശ്രദ്ധിക്കാതിരിക്കുക. ഇനിയിപ്പം രാവിലെ ആയിട്ട് വൃത്തിയാക്കാമെന്നൊക്കെ അങ്ങ് വിചാരിച്ചിട്ട് അപ്പോൾ എത്ര വയ്യെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ സഖിക്കുട്ടി അവിടെ ഇരുന്ന് ഓരോന്ന് വായിക്കും എഴുതുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും ഇടയ്ക്ക് അവളെ ഒറ്റയ്ക്ക് അങ്ങനെ വിടലില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പം ഒക്കെ എന്തെങ്കിലും ഒരു പണി അവിടെ കൊടുക്കുകയും ചെയ്യും.
പിന്നെയെന്ന് വെച്ചാൽ ആദ്യം പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കലായിരുന്നു. ഇപ്പോൾ പിന്നെ അതിന് പറ്റൂല, അത്യാവശ്യം പഠിപ്പിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 9:30 10 മണിയൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കിടക്കൽ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുന്നുമുണ്ട്. പിന്നെ ഇപ്പോൾ ദാ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ സൂക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ സിങ്കും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നടന്നാൽ തന്നെ അത് കുറേ കാലം കേടുകൂടാതെ നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ പുതിയതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ സെക്കിക്കുട്ടീൻ്റെ അടുത്തേക്ക് തന്നെ വന്നു അവളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ചെറിയ കുട്ടികൾ ഒരു 5ാം ക്ലാസ് വരെയെങ്കിലും നമ്മൾ അവരെ ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. നമ്മൾ കൂടെ തന്നെ ഇരുന്നിട്ട് അവർക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ബേസിക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 10ാം ക്ലാസ് എത്തിയിട്ടും എൻ്റെ കുട്ടിക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രധാനമായിട്ടും അവർക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടോയെന്ന്, പിന്നെ അതുപോലെ തന്നെ മാത്സിലാണെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാൻ അങ്ങനത്തതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിരന്തരം പ്രാക്ടീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആവുമ്പം അവരുടെ ആ ഒരു ബേസിക് നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അവർ ഉഷാറായിട്ട് തന്നെ പഠിക്കുന്ന കുട്ടികളായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.